നമസ്കാരം. അജിത് ഡോവലിനെ പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ NSA ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ ജിഹാദികളുടെയും ലിബറലുകളുടെയും നെഞ്ചിലേക്കൊരു തീ അങ്ങ് കോരിയിട്ടു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാക്കിയില്ല. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ വിവരണം മുന്നോട്ട് പോകുമ്പോൾ. ഡെവലപ്പ് ഇന്ത്യ എന്നൊരു പരിപാടിയിൽ സംസാരിക്കവേ ഏതാണ്ട് 3000 പേരോളം വരുന്ന ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ നവ ലിബറൽ ജിഹാദികളുടെ നെഞ്ച് കെടുക്കുന്നതുമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രം ഭാരതം നൂറ്റാണ്ടുകളായി പല മുറിവുകളുമേറ്റ് തളർന്ന ഒരവസ്ഥയിലേക്ക് പോയ ഒരു രാഷ്ട്രമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവികർ, നമ്മുടെ മുൻതലമുറ ഈ മുറിവുകളൊക്കെ വൈദേശികരായ അക്രമകാരികൾ നമ്മുടെ രാഷ്ട്രത്തിന് മേലേൽപ്പിക്കുമ്പോൾ, നമ്മുടെ നാഗരികതയെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് ആ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുമ്പോൾ നമ്മുടെ പൂർവികർക്ക് ദുർബലരായി നിസ്സഹായരായി നോക്കി നിൽക്കുവാനേ പലപ്പോഴും കഴിഞ്ഞിട്ടുള്ളൂ. ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഭാരതത്തിൻ്റെ ഇപ്പോഴുള്ള ഇനി വരാനുള്ള തലമുറകൾ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി വേണം പ്രവർത്തിക്കുവാൻ, അല്ലെങ്കിൽ രാഷ്ട്രത്തെ സമീപിക്കുവാൻ. അങ്ങനെ പ്രവർത്തിച്ച് ഭാരതത്തിൻ്റെ പഴയ അന്തസ്സും ശക്തിയും വീണ്ടെടുക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ രത്നച്ചുരുക്കം. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ പ്രതികാരമെന്ന വാക്ക് ഒരു നകാരാത്മകമായി അല്ലെങ്കിൽ നെഗറ്റീവായിട്ടല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതൊരു സകാരാത്മകമായിട്ടാണ്. ആ ഒരു പ്രതികാര ബുദ്ധി, എൻ്റെ രാഷ്ട്രത്തിൻ്റെ പഴയ പ്രൗഢിയും അന്തസ്സുമൊക്കെ വൈദേശികരായ ആക്രമണകാരികളാൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, അത് വീണ്ടെടുത്തേ തീരൂ, അതിനൊരു പ്രതികാര ബുദ്ധിയോടുകൂടി ഞാൻ പ്രവർത്തിക്കും എന്നൊരു തീരുമാനം ഓരോ യുവാക്കളും യുവതീ യുവാക്കളും എടുക്കുക എന്നുള്ളൊരിതാണ് അദ്ദേഹം അർത്ഥമാക്കിയതെന്ന് അദ്ദേഹം തന്നെ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. കാരണം ഇതിനെ വളച്ചൊടിക്കാതിരിക്കാൻ, ഈ പ്രതികാരം എന്ന വാക്കിനെ വളച്ചൊടിക്കാതിരിക്കുവാൻ വേണ്ടി അദ്ദേഹം തന്നെ അത് വളരെ വ്യക്തമായി ആ പ്രസംഗത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞ ഒരു സകാരാത്മകമായിട്ടാണ് ആ പ്രതികാര ചിന്തയോടുകൂടി അല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയോടുകൂടി ഭാരതീയർ പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി നമ്മുടെ പതിവ് സംശയത്തിൻ്റെ പട്ടികയിൽപ്പെടുന്നവർ, ഒരു യൂഷ്വൽ സസ്പെക്ട്സ് എന്ന് പറയുമല്ലോ നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ, സാധാരണ സംശയിതാർ എന്നാണ് അതിന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ സ്ഥിരം കുറ്റവാളികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചാടി വീണിട്ടുണ്ട്. മെഹബൂബ മുഫ്തി ആവട്ടെ, നമ്മുടെ ആർഫ ഖാനും ഷെർവാനി ആവട്ടെ, തൽവീൻ സിംഗ് ആവട്ടെ, ഇവരെല്ലാം ചാടി വീണിട്ടുണ്ട്. അജിത് ഡോവൽ ഞങ്ങളെ ഉപദ്രവിക്കുകയാണ്, ഭാരതത്തിൽ ഇസ്ലാമോഫോബിയ പടർത്തുകയാണ്, പ്രതികാരം അവരുടെയൊക്കെ പിൻഗാമികളോട്, വൈദേശികരായ ആക്രമണകാരികളുടെ പിൻഗാമികളോട് പ്രതികാരം ചെയ്യണമെന്നാണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവർ അലമുറയിടുന്നുണ്ട്. പക്ഷേ ഇതിലേറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അജിത് ഡോവൽ ഒരു പ്രത്യേക വിഭാഗത്തെയോ ഒന്നും ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ന വിഭാഗക്കാരാണ് ഭാരതത്തെ ആക്രമിച്ചത് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നില്ല. അത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരാവാം, അതിനുശേഷം ബ്രിട്ടൻ നേരിട്ടാവാം, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള മുഗളന്മാരാവാം, അതിനും മുമ്പ് ഹൂണന്മാരാകാം. അങ്ങനെയുള്ള ആക്രമണകാരികളെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പേരെടുത്ത് പറയാത്തത്. പക്ഷേ ഇവർ കോഴിക്കട്ടവൻ്റെ തലയിൽ പൂട കാണുമെന്ന് പറഞ്ഞതുപോലെ ചാടി വീണ് ഇസ്ലാമോഫോബിയ പരത്തുകയാണ് എന്നുള്ള പതിവ് നിലവിളികൾ തുടങ്ങി. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി വേണം ഭാവി തലമുറ പ്രവർത്തിക്കുവാൻ എന്നുള്ളൊരാശയം വളരെ പ്രസക്തമാണെന്നാണ് ഇവരുടെ ഈ ഒരു പരിഭ്രമത്തിൽ നിന്നും ഉള്ളുപെടപ്പിൽ നിന്നുമൊക്കെ മനസ്സിലാക്കേണ്ടത്. കാരണം ഭാരതത്തിൻ്റെ ഒരു സംസ്കാരത്തെ തകർക്കുവാൻ ശക്തി കൊണ്ട് ശ്രമിച്ച് അവരെല്ലാം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ശരിയാണ്, പല ക്ഷേത്രങ്ങളും നശിപ്പിച്ച് നാഗരികതയെ തന്നെ അജിത് ഡോവൽ പറഞ്ഞതുപോലെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ വളരെ കാര്യക്ഷമമായി തന്നെ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ ഭാരതത്തിൻ്റെ ജനമനസ്സുകളിൽ അന്തർലീനമായിട്ടുള്ള ഒരു സാംസ്കാരിക ബോധവും അല്ലെങ്കിൽ ഒരു ധർമ്മബോധവും, ഈ സനാതന ധർമ്മബോധം എന്ന് പറയുന്നത് അതിനെ കൂടിയാണ്.
ആ ഒരു ബോധത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് കാലികമായിട്ട് അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഭാരതം കണ്ടുവരുന്നത്. ഏറ്റവും അടുത്ത ഉദാഹരണം സോമനാഥ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഈ അടുത്തിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. എത്ര തവണ അത് ആക്രമണങ്ങൾക്ക് വിധേയമായി, എത്ര തവണ അത് തകർക്കപ്പെട്ടു. ആക്രമണകാരികളെല്ലാം ചരിത്രത്തിൻ്റെ താളുകളിൽ മറഞ്ഞുപോയി. സോമനാഥ് ക്ഷേത്രം ഇന്നും തലയുയർത്തി നിൽക്കുന്നു. അപ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പ് ഭാരതത്തിന് സാധ്യമാകുന്നത് ഈ ഒരു സാംസ്കാരിക ബോധമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ അജിത് ഡോവൽ പറയുന്നത് ആ ഒരു സാംസ്കാരിക ബോധത്തിനൊപ്പം ഭാരതം പലപ്പോഴും വിട്ടിരുന്ന അല്ലെങ്കിൽ നമ്മുടെ പൂർവികർക്ക് കൈമോശം വന്നു പോയ ആ ഒരു ബലവും ഒരു പ്രതികാര ചിന്ത വീണ്ടും പറയുന്നു, സകാരാത്മകമായിട്ടുള്ള പ്രതികാര ചിന്ത, നമ്മുടെ നഷ്ടപ്പെട്ട അന്തസ്സും പ്രൗഢിയും ഒരു രാഷ്ട്രത്തിൻ്റെ ഗരിമയും വീണ്ടെടുക്കുവാനുള്ള ഒരു പ്രതികാര ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ അതുപോലെ തന്നെ വരും തലമുറകളുടെ മനസ്സിലേക്ക് അവ ഊട്ടിയുറപ്പിക്കുവാനുള്ളൊരു ശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ളൊരു ആശയങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. വരും തലമുറകളിൽ തീർച്ചയായും ഇത്തരമൊരു പ്രതികാര ചിന്ത ഉണ്ടാവണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അതിൽ ഈ ജിഹാദി നവലിബറലുകൾ അസ്വസ്ഥരാകുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു പരിഭ്രമം വ്യക്തമാക്കുന്നത് ഈ ഒരു പ്രതികാര ചിന്തയോടുകൂടി നമ്മുടെ വരും തലമുറ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഭാരതത്തിൻ്റെ അന്തസ്സും ശക്തിയും പ്രൗഢിയും, പ്രാചീന കാലത്തുണ്ടായിരുന്ന അന്തസ്സും ശക്തിയും പ്രൗഢിയും വീണ്ടെടുക്കുന്നതിൽ നിന്ന് ഭാരതത്തിനെ തടയുവാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. കാരണം ശക്തി കൊണ്ട് ഭാരതത്തെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചവരെല്ലാം മണ്ണടിഞ്ഞു പോയിട്ടേ ഉള്ളൂ. ഭാരതം ഇന്നും ആ പഴയ ചരിത്രത്തിൻ്റെ ഓർമ്മകളിൽ നിലനിൽക്കുന്നു. പക്ഷേ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാതെ വയ്യ, അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കാരണം ചരിത്രത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ പഠിക്കേണ്ടത് ഇപ്പോഴുള്ള തലമുറയുടെ അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയുടെ ഒരു ബാധ്യതയാണ്. അങ്ങനെയുള്ള ചരിത്ര പഠനം അബദ്ധങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയില്ലെങ്കിൽ ആ അബദ്ധങ്ങളെ തിരിച്ചറിഞ്ഞ് അവ വീണ്ടും സംഭവിക്കാതിരിക്കുവാനുള്ള ഒരു മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ ചരിത്രം വീണ്ടും ആവർത്തിക്കും. ചരിത്രം വീണ്ടും ആവർത്തിക്കുക എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഒരു സ്വാഭാവിക പ്രക്രിയയാണ്, പ്രകൃതിപരമായൊരു പ്രക്രിയയാണ്. പക്ഷേ ചരിത്രത്തിൽ സംഭവിച്ച അബദ്ധങ്ങൾ വീണ്ടും ആവർത്തിക്കുവാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ആ അബദ്ധങ്ങൾ ആവർത്തിക്കുന്നത് തടയുവാനും സാധിക്കും. നമസ്കാരം.